പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 24-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. പ്രിയപ്പെട്ടവരെ, ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇത് കർത്താവായിട്ട് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. ഇത് കർത്താവായിട്ട് ഒരുക്കിയിരിക്കുന്ന സമയമാണ്. ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ ഈ ലഭിച്ച സമയം എത്രയധികം കർത്താവിനെ സ്തുതിക്കാമോ അത്രയും കർത്താവിനെ സ്തുതിക്കുക. ഒരുമിച്ച് കൈകളെ ഒക്കെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും ചേർന്ന് ആമേൻ സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ പോൽക്കാലം നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പകൽക്കാലം നമ്മളെ ആമേൻ എഴുന്നേൽപ്പിച്ചതിനായിട്ട്, ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആമേൻ ആമേൻ. അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് ആമേൻ. അതിശയമായി നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറയാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 43-ാം സങ്കീർത്തനം 4-5 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ദൈവത്തിൻ്റെ പീഠത്തെങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തെങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. 5-ാമത്തെ വാക്യം: എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. കർത്താവ് എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും കർത്താവിനെ സ്തുതിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ആരും അശ്രദ്ധരായിട്ട് നിൽക്കാതെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചാട്ടെ. അബ്ബാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അബ്ബാ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഓരോ ദിവസവും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ അതിശയവും അത്ഭുതവുമായി സൃഷ്ടിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങളെ ഈ ദേശത്ത്, ഭൂമിയിൽ അങ്ങൊരു അത്ഭുതമാക്കി മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അപ്പയുടെ കരങ്ങളിലേക്ക് തരിക. അവരെ കുടുംബമായി അങ്ങയുടെ കരങ്ങളിലേക്ക് തരിക. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ, അങ്ങനെ വലിയ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക മഹത്വം ഇറങ്ങട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്തെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നെടുവീർപ്പുകളൊക്കെയും ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ മാറിപ്പോകുന്നതിനായിട്ട് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ രോഗികൾക്ക് അങ്ങ് സൗഖ്യം നൽകുന്നവനാകിയാൽ സ്തോത്രം. എല്ലാ രോഗത്തിനും അങ്ങ് പറ്റിയ വൈദ്യനാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. രോഗാണുക്കൾ നശിച്ചു പോകട്ടെ. രോഗാത്മാവ് യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ നിർജീവമായി പോകട്ടെ. പൂർണ്ണ ആരോഗ്യം ഉണ്ടാകട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ബലം വരട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പുതിയ നിറവുണ്ടാകട്ടെ. ആമേൻ. എഴുന്നേറ്റ് നടക്കുവാൻ, എഴുന്നേറ്റ് ഓടുവാൻ, എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ തക്ക ഒരു പുത്തൻ ശക്തി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കൃപയുണ്ടാണ്. ഏത് വിഷയത്താൽ ഭാരപ്പെടുന്നു, ഏത് വിഷയത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിലെല്ലാം ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സാമ്പത്തികമായ ആവശ്യങ്ങൾ, വിടുതലുകൾ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാത്തിനും മതിയായവനും ആമേൻ മാറാത്തവനും ആകിയാൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ വർദ്ധിച്ചു വരുന്നൊരു പകൽക്കാലമായി തീരട്ടെ. നമുക്ക് ഇന്ത്യൻ സമയം 8:15 ആകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കുചേരുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് 3-ാമത്തെ ദിവസവും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയായി കാണുക എന്നതായിരുന്നു നമ്മൾ തുടങ്ങിയത്. ആ വ്യക്തിയായി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെ ഏത് സാഹചര്യത്തിലും അത്ഭുതമാക്കി മാറ്റുന്നത്, നമ്മളെ അതിശയമാക്കി മാറ്റുന്നത്.
നമുക്കറിയാമോ, പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ തന്നെ എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കണം. അതാണ് യോഹന്നാൻ 14:16 പറഞ്ഞ്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ അടുക്ക് വന്നു പോവുകയല്ല, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം നമ്മളുടെ അടുക്ക് വരികയല്ല, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, എന്നേക്കും നമ്മളുടെ കൂടെ ഇരിക്കുകയാണ്. അതായത് ഓൾവേസ് വിത്ത് അസ്. നമ്മൾ ആമേൻ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അങ്ങനെ ഒന്ന് കണ്ടാട്ടെ. ആമേൻ. ഈ ദൈവാത്മാവിൻ്റെ പ്രത്യേകത, ഈ ദൈവാത്മാവ് ആൽഫയും ഒമേഗയുമാകുന്നു. ഈ ദൈവാത്മാവ് അറിയാത്തതായി ഒരു കാര്യവുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് മാത്രമല്ല നാളുകളെയും അറിയാം. ആമേൻ. വരുവാനുള്ള ദിവസങ്ങളെ അറിയാം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് സകല ബുദ്ധിയുടെയും ഉറവിടമാണ്, സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കർത്താവിൻ്റെ ആത്മാവുമായിട്ട് നമ്മൾ സഹകരിക്കുമ്പോൾ എന്തു പറ്റും? നമ്മളിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം പുറപ്പെടാൻ തുടങ്ങും, നമ്മളിലൂടെ ദൈവത്തിൻ്റെ ബുദ്ധി പുറപ്പെടാൻ തുടങ്ങും, നമ്മളിലൂടെ ദൈവത്തിൻ്റെ പരിജ്ഞാനം പുറപ്പെടുവാൻ തുടങ്ങും. അതുമാത്രമല്ല, വരുവാനുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിന് അറിയാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ബന്ധമാണ് നമ്മളെ ആമേൻ ദൈവാത്മാവിലുള്ളത് നമ്മളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇടവരുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും കർത്താവിൻ്റെ ആത്മാവുമായി ബന്ധത്തിൽ തന്നെ നിൽക്കുക, സംസാരിക്കുക, എപ്പോഴും സംസാരിക്കുക. ഏത് ചെറിയ കാര്യത്തിനാണെങ്കിലും വലിയ കാര്യത്തിനാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ കൗൺസിലിംഗ് ചോദിക്കുക, കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉപദേശം ചോദിക്കുക. പരിശുദ്ധാത്മാവേ, ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യണം? ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നു, അങ്ങ് എന്താ പറയുന്നു? അടുത്ത മാസം ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങനോട് സംസാരിച്ചാൽ, കാരണം അടുത്ത മാസം എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. അതെല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ ആത്മാവിന് മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവേ, അത് എന്നോടൊന്ന് സംസാരിക്കണമേ, അതെനിക്ക് പറഞ്ഞു തരണമേ. ഇതൊക്കെ ആരോട് പറയണം? ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് അതിനുള്ള ഗൈഡൻസുകൾ തരും. ആമേൻ. പരിശുദ്ധാത്മാവ് നമുക്ക് ഇപ്പം മനസ്സിലാക്കി തരും. ആമേൻ. നമുക്ക് സ്വയമേ ഒരു തീരുമാനം എടുക്കുന്നത്. ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇപ്പം എല്ലാം അങ്ങ് ചെയ്താൽ വിജയിക്കും. നോ, നമുക്കറിയത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം എന്തുവാ, ഇതിൻ്റെ ഡിമാൻഡ് എന്തുവാ, ഇതൊക്കെ അറിയാവുന്ന കർത്താവിൻ്റെ ആത്മാവ്. അപ്പോൾ ദൈവാത്മാവുമായിട്ടൊരു കണക്ഷനാണ് നമ്മളെ അത്ഭുതമാക്കുന്നത്, നമ്മളെ അസാധാരണക്കാരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുക, ചോദിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറവ് പ്രാപിച്ചു. അതുകൊണ്ട് നിങ്ങൾ സകലവും അറിയുന്നു. കാരണം സകലവും അറിയുന്നവൻ നമ്മുടെ ഉള്ളിൽ വന്നു, സകലവും അറിയുന്നവൻ നമ്മുടെ കൂടെ നടക്കുന്നു, സകലവും അറിയുന്നവൻ നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള സഹകരണം, അവൻ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വ്യത്യസ്തമാക്കും. ഇവിടെ നോക്കി, ദിവസവും ഒരു പേഴ്സണൽ ടൈം വിത്ത് ഹോളി സ്പിരിറ്റ് ഉണ്ടാകണം. ആമേൻ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സമയമുണ്ടാകണം. ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുക, ദൈവാത്മാവിന് തിരിച്ച് സംസാരിക്കാനുള്ള സമയം കൊടുക്കുക. അത് നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തിനത് ഒരു 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 റൂട്ടീനാക്കി മാറ്റണം. അതായത് ദിവസവും കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. പിന്നെ ദൈനംദിന ജീവിതത്തിൽ പിന്നെ അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. പക്ഷേ എവറി ഡേ പ്രാക്ടീസ് കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഇരിക്കുന്നതായ ഒരു ടൈം പ്രാക്ടീസ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഒന്ന് മാറിയിരിക്കുക. അതൊരു പ്രാക്ടീസ് ആക്കുക, ശീലമാക്കുക. അത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയോ, നമ്മൾ എപ്പോഴും ആത്മാവുമായുള്ള ആ വലിയ ബന്ധത്തിലേക്ക് അങ്ങ് വരും. ആദ്യം തുടക്കമെന്ന് പറയുമ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിയുമ്പോൾ അത് നമുക്ക് ശീലമായി വരും. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒരുപോലെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള വലിയ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരുവാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആത്മാവ് നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റും, നമ്മളെ അത്ഭുതമാക്കി മാറ്റും. ദാവീദിനെ ഒരു അത്ഭുത വിഷയമാക്കിയ പരിശുദ്ധാത്മാവ് നമ്മളെയും ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless you. God bless you.